ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ആൻഡ് ഫുഡ് റൈഡറിന്റെ മറ്റൊരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങുന്ന ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു റെഡിമെയ്ഡ് കിറ്റാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓയിലും അതുപോലെ തന്നെ എഗ്ഗും മാത്രമേ ആഡ് ചെയ്താൽ മതി. പഞ്ചസാരക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് മിക്സ് ചെയ്യുക. നമ്മൾ ഓവനിൽ അല്ലെങ്കിൽ ഗ്യാസിലും സ്ട്രീം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കഴിയാലും മേക്കിംഗ് കാണിച്ചു തരാം. നമ്മൾ റെഡിമെയ്ഡ് കിറ്റ് ഓപ്പൺ ചെയ്തതിൽ ഇങ്ങനത്തെ ഒരു പൗഡറാണ് കിട്ടുക. നമ്മളൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിന് വേണ്ടി ഇതുപോലെ ഒരു കിറ്റും കിട്ടും. നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മളൊരു പാത്രത്തേക്ക് ആദ്യം കുറച്ച് മാറ്റി വെക്കണം. ലേശം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഏകദേശം 1 കിലോയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കിലോൻ്റെ ആണെങ്കിൽ 5 അല്ലെങ്കിൽ 6 കോഴിമുട്ട എടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ 1 കപ്പ് പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ചൂടുള്ള പാലാണ്. ചൂടുള്ള പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ, അത് സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വല്ല വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ബാക്കിയുള്ളതും കുറച്ച് ഇതുപോലെ ആഡ് ചെയ്യും. ഒരുമിച്ച് ആഡ് ചെയ്തെടുത്ത് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മൾ അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം വേണമെന്നല്ല, സ്റ്റീലിൻ്റെ നമുക്ക് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടി നമ്മളൊരു ബട്ടറിൻ്റെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബട്ടറിൻ്റെ പേപ്പറിൽ നമ്മൾ ഒന്നെങ്കിൽ നെയ്യോ ലേശം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ലേശം പരട്ടി കൊടുക്കാം. നമുക്ക് പരട്ടി കൊടുക്കാം. അങ്ങനെ അടിഭാഗത്ത് മൊത്തം ഒന്ന് ലേശം വെളിച്ചെണ്ണ. നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ തട്ടി കൊടുക്കണം. അതേപോലെ ഇത് പാത്രത്തിന് ഫുള്ള് നമ്മൾ ഒരിക്കലും മിക്സ് എടുക്കാൻ പാടില്ല. ഒറ്റ അളവ് വ്യത്യാസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറൊക്കെ ഉള്ള കാരണം ഒന്ന് പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് എടുക്കാൻ പാടില്ല, ഒരു മുക്കാലേക്ക് എടുക്കാൻ പാടുള്ളൂ ഏതൊരു പാത്രത്തിലായാലും. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ ലോ ഫ്ലെയിമിലൊന്നും ചെയ്തിട്ടില്ല. അത് നമ്മൾ തട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു മൂടി വെച്ച് കൊടുത്തിട്ട് തീരെ എയർ പുറത്ത് പോകാത്ത രീതിയിൽ ഒരു മൂടി കൊണ്ട് മൂടണം. കറക്റ്റായിട്ട് മൂടിനായിരിക്കണം. തീരെ എയർ പുറത്ത് പോകാൻ പാടില്ല. വളരെ ലോ ഫ്ലെയിമിൽ ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം. മറ്റൊരു ഇപ്പോൾ പാക്കം കൂട്ടിക്കണം. നമ്മൾ ബൗളിലേക്ക് ഒന്നിച്ചിട്ടെടുത്ത് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. പകുതിയോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു ലേശം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ലേശം ചൂടുള്ള പാല്. നമ്മൾ 25 മിനിറ്റ് ഏകദേശം കുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വേവ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇരട്ടയിൽ കുത്തി കഴിഞ്ഞാൽ ഓപ്പൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്രീമൊന്നും പറ്റി പിടിക്കുന്നില്ല എന്നുള്ളത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഒന്ന് വേറെ പാത്രത്തിൽ മറിച്ചിടാൻ വേണ്ടി നമ്മൾ മൂടി ഒന്ന് മേലക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി. സൈഡിൽ ചെറുതായിട്ട് തട്ടി കൊടുക്കാം. ഇപ്പോൾ വന്നിട്ടുണ്ട്. പട്ടപ്പേപ്പർ തന്നെ ഇരുന്നുണ്ട്. കയറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ തലതിരിച്ച് വെക്കണം. അതിന് വേറെ പാത്രത്തിന് മേലെ വെച്ചിട്ട് മറിച്ചിടാം. മേൽഭാഗം ചെറുതായിട്ട് നോക്കണം. മേൽഭാഗത്ത് വേവ് ഒരു ലേശം കുറവുണ്ടായിരിക്കും. ശ്രദ്ധിച്ചെടുക്കണം. ചെറിയ രീതിയിൽ നിന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. മേൽഭാഗം ആദ്യം മുറിച്ച് മാറ്റണം. പിന്നെ 3 ലെയറാക്കി എടുക്കണം. നമ്മളീ മേൽഭാഗം ആദ്യം മുറിച്ച് മാറ്റുകയാണ്. അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കറക്റ്റ് സ്ക്വയർ ടൈപ്പിൽ വരില്ല എന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അത് നമ്മൾ മുറിച്ചിട്ട് അത് പൊടിച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മേൽഭാഗം ആദ്യം മുറിച്ച് മാറ്റുകയാണ്.
അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പീസ് 3 കറക്റ്റ് ഒരേ ലെങ്ത്തിലുള്ള ലെയറാക്കി മാറ്റും. നമ്മൾ അതിൻ്റെ നടുവിലൊക്കെ വൈപ്പിംഗ് ക്രീം, അതായത് വൈറ്റ് ക്രീം നമ്മൾ ലേശം തേച്ച് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യുക. കേക്കിൻ്റെ ഓരോ ലെയറിലും പഞ്ചസാര ലൈന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈന് നന്നായി ചൂടാക്കിയ ലൈനാണ് ചുട്ട് കൊടുക്കുന്നത്, നമുക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. അതുപോലെ തന്നെ ഓരോ ലെയറിലും നമ്മൾ വിപ്പിംഗ് ക്രീം, അതായത് വൈറ്റ് ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കേക്കിൻ്റെ സൈഡ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി മിൽക്ക്, അതല്ലാണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ മിഠായി ചോക്ലേറ്റ് നിന്ന് വാങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് സൈഡ് സെറ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 20 രൂപ 30 രൂപയുടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് പൊടിച്ചിട്ട് സൈഡിലും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ വളരെ ചെറിയ ചിലവിലാണ് നമ്മൾ ചെയ്ത് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സിന് പാക്ക് റെഡിമെയ്ഡ് പാക്കിന് നമുക്ക് വെറും 130 രൂപ ആയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള വെറും 3 മുട്ട, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ലേശം പാലൊക്കെ നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഏകദേശം 30 രൂപയുടെ ഈ ഒരു പാക്ക് കൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഞാനിപ്പോൾ ഒരു 1.5 കിലോൻ്റെ അടുക്ക കേക്ക് വന്നിട്ടുണ്ട്. 1 കിലോനേക്കാളും കുറച്ചും വെയിറ്റുള്ള കേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് ആകെ ഒരു 300 രൂപയുടെ ഉള്ളിൽ നമുക്ക് വരുന്നുള്ളൂ ഈ 1.5 കിലോ കേക്കിന് നമുക്ക്. അപ്പോൾ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിയേക്കാളും അതേ ഒരു ടേസ്റ്റിലാണ് നമുക്ക് സുഖമായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡിമെയ്ഡ് മിക്സ് ആയ കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത്. അതുപോലെ ഇതിൻ്റെ മേൽഭാഗം നമ്മൾ വൈറ്റ് ക്രീം കൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചെറിയാണ് നമ്മൾ കൂടുതലായിട്ട് മേലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്തായി കഴിഞ്ഞാലും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡിസൈനിങ് ഒക്കെ നന്നായി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു കേക്ക് മേക്കിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ മേക്ക് ചെയ്തിട്ടുള്ളത്. നന്നായി ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും ബെറ്ററായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് വല്ലാണ്ട് ഡിസൈനിങ് ഒന്നും അറിയില്ല, അറിയാവുന്ന പോലെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിങ് അറിയാവുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ വെറുതെ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകൂടി നല്ല ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കിയതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. നമ്മൾ ചങ്കിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്കുള്ള ചെറിയൊരു സെലിബ്രേഷൻ കട്ടിങ്ങും ഒപ്പം തന്നെ നമ്മളെ ചാനലിലേക്കുള്ള ഒരു വീഡിയോ മേക്കിങ്ങും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി അതുപോലെ തന്നെ ഈ റെഡിമെയ്ഡ് മിക്സിൻ്റെ ഡീറ്റെയിലും നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഡിസൈനിങ്ങിലൊന്നല്ല, പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് നല്ലൊരു ഫുഡ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.